എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഡിഫറൻസസ് ഓഫ് സ്ക്വയേഴ്സ്. ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർഗ വ്യത്യാസം അല്ലെ. അപ്പൊ ഇതിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് സംഖ്യകൾ, ആ രണ്ട് സംഖ്യകളുടെ ഗുണനഫലത്തെ വർഗങ്ങളുടെ വ്യത്യാസമായിട്ട് എഴുതാൻ പഠിച്ചു അല്ലെ. അതായത് പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സിനെ എങ്ങനെ എഴുതാൻ പഠിച്ചു? ഡിഫറൻസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലെ. അതായത് വർഗങ്ങളുടെ വ്യത്യാസമായിട്ട് എഴുതാൻ നമ്മൾ പഠിച്ചു. ഓർമ്മയില്ലേ? അത് വെച്ച് നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചെയ്തിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ 75 ഇൻറ്റു 25 അല്ലെ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലം ആണ്. 75 ഇൻറ്റു 25. ഇതിന് നാം എങ്ങനെ എഴുതി? ഇത് രണ്ട് സംഖ്യകളുടെ ഗുണനഫലം അല്ലെ. അതായത് പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. ഇതിന് നാം എങ്ങനെ എഴുതി? ഇതിന് നമ്മൾ രണ്ട് വർഗങ്ങളുടെ വ്യത്യാസമായിട്ട് എഴുതി അല്ലെ. പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ പൂർണ്ണ വർഗങ്ങളുടെ വ്യത്യാസമായിട്ട് എഴുതി. എങ്ങനെയാണ് എഴുതിയത്? ഇവിടെ നമ്മൾ 75 ഇൻറ്റു 25 അല്ലെ. അപ്പൊ നമുക്കിവിടെ 75 പ്ലസ് 25 ഓർമ്മയില്ലേ? ബൈ 2 അതിന്റെ ഹോൾ സ്ക്വയർ മൈനസ് 75 ഇവിടെ പ്ലസ് 25 എന്നുള്ളതിന് പകരം മൈനസ് 25 ആവും അല്ലെ. മൈനസ് 25 ബൈ 2 ഹോൾ സ്ക്വയർ അല്ലെ. അങ്ങനെ നമുക്ക് എത്ര കിട്ടി? നമുക്കത് ചെയ്തു വന്നപ്പോൾ 50 അല്ലെ. 75 പ്ലസ് 25 എന്ന് പറഞ്ഞാൽ 100 100/2 എന്ന് പറഞ്ഞാൽ 50. അപ്പൊ നമുക്ക് ഇതിനെ 50 സ്ക്വയർ മൈനസ് ഇവിടെ 75 നിന്ന് 25 പോയി കഴിഞ്ഞാൽ 50/2 എന്ന് പറഞ്ഞാൽ 25 അല്ലെ. അപ്പൊ 25 സ്ക്വയർ. അപ്പൊ നമ്മൾ ഇവിടെ 75 ഇൻറ്റു 25നെ 50 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ നേടി. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, രണ്ട് സംഖ്യകളുടെ ഗുണനഫലത്തെ, രണ്ട് സംഖ്യകളുടെ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സിനെ നാം എങ്ങനെ എഴുതി? രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് അല്ലെ, വ്യത്യാസമായിട്ട് നമ്മൾ എഴുതി. ഓക്കെ, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് നേരെ തിരിച്ചു തന്നെ ചെയ്യണമെങ്കിലോ? അതായത് രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം അല്ലെ. ഇപ്പൊ നോക്കിയേ, 50 സ്ക്വയർ ഇത് തന്നെ നമുക്ക് ചെയ്തു നോക്കാം. 50 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ. ഇതിനെ നമുക്ക് ഇതേ രൂപത്തിൽ എഴുതണം. എങ്ങനെ എഴുതും? 50 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ. ഇതെന്താണ്? രണ്ട് സംഖ്യകളുടെ വർഗങ്ങൾ അല്ലെ, പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ വ്യത്യാസമാണിത് അല്ലെ. ഇതിനെ നമുക്ക് രണ്ട് സംഖ്യകളുടെ മൾട്ടിപ്പിൾ ആയിട്ട് അല്ലെ, പ്രൊഡക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പൊ ഇതിനെ നമുക്ക് ഇതേ രീതിയിൽ എഴുതണം. എങ്ങനെ എഴുതും? അപ്പൊ അതിനുള്ള മാർഗമാണ് നോക്കിയേ, 50 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ അല്ലെ. അപ്പൊ ഇവിടെ 50 ശ്രദ്ധിക്കുക, 50 മൈനസ് 25 സ്ക്വയർ അല്ലെ. അപ്പൊ 50 പ്ലസ് 25 50 പ്ലസ് 25 ഇൻറ്റു 50 മൈനസ് 25 ഈക്വൽ ടു 50 പ്ലസ് 25 എന്ന് പറഞ്ഞാൽ 75 ഇൻറ്റു 50 മൈനസ് 25 എത്രയാണ്? 25. കണ്ടില്ലേ? ഇത് കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിനെ തിരിച്ചിട്ടത്? തിരിച്ച് ഇതിലേക്ക് കൊണ്ടുപോയത്. അതായത് 50 സ്ക്വയർ മൈനസ് 25 സ്ക്വയറിനെ 50 പ്ലസ് 25 ഇൻറ്റു 50 മൈനസ് 25. അപ്പൊ നമുക്ക് 75 ഇൻറ്റു 25 കിട്ടി അല്ലെ. അപ്പൊ നമ്മൾ നോക്കിയേ, 50 സ്ക്വയർ മൈനസ് 25നെ ഇതേ രീതിയിൽ കൊണ്ടുപോയി. അപ്പൊ ഇതിനെ ഇങ്ങനെയാക്കാനും ഇതിനെ തിരിച്ചിങ്ങോട്ടാക്കാനും നമ്മൾ പഠിച്ചു. അതായത് ഇവിടെ ഇപ്പൊ രണ്ട് സംഖ്യകൾ അല്ലെ, ഒരു സംഖ്യയുടെ സ്ക്വയറിൽ നിന്ന് മൈനസ് വേറൊരു സംഖ്യയുടെ സ്ക്വയർ നമുക്ക് കുറയ്ക്കണം അല്ലെ. അപ്പൊ ഒരു സംഖ്യ നമ്മൾ എക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ എക്സിന്റെ സ്ക്വയർ, അതിൽ നിന്ന് വേറൊരു സംഖ്യ അത് വൈ ആണെന്ന് വിചാരിച്ചു. വൈയുടെ സ്ക്വയർ നമുക്ക് മൈനസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നാം എന്ത് ചെയ്താൽ മതി? ഇവിടെ നോക്കിയാൽ 50 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ അല്ലെ, 50 പ്ലസ് 25. അപ്പൊ ഇവിടെ എന്ത് വേണം? എക്സും വൈയും കൂടി കൂട്ടുക അല്ലെ. അപ്പൊ എക്സ് പ്ലസ് വൈ ഇൻറ്റു അല്ലെ, പിന്നെന്താണ്? 50 മൈനസ് 25. അപ്പൊ എക്സ് മൈനസ് വൈ, എക്സ് മൈനസ് വൈ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പൊ ഈ ചിഹ്നം മാത്രം കണ്ടില്ലേ? ആദ്യത്തേല് പ്ലസ്, പിന്നത്തേല് മൈനസ്. ഇതേ വ്യത്യാസമുള്ളൂ. നമുക്ക് എങ്ങനെ ആക്കാൻ പറ്റും? ഇതിനെ, അതായത് രണ്ട് പെർഫെക്റ്റ് സ്ക്വയറിന്റെ വ്യത്യാസത്തിന്, ഡിഫറൻസിനെ നമുക്ക് എന്താക്കാൻ പറ്റും? രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായി നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണിത്. നമുക്ക് പലപ്പോഴും ഇത് ഇനി 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ലും ഒക്കെ ഇത് ആവശ്യം വരും. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ 7 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. ഇതിനെ നമുക്ക് രണ്ട് സംഖ്യയുടെ പ്രൊഡക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? എങ്ങനെ എഴുതാം? ഇതേപോലെ 7 പ്ലസ് 2 അല്ലെ, 7 പ്ലസ് 2 ഇൻറ്റു 7 മൈനസ് 2. കണ്ടില്ലേ? വളരെ എളുപ്പമാണ്. 7 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 9, 9 ഇൻറ്റു 7 മൈനസ് 2 5.
അപ്പൊ 7 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ നമുക്ക് 9 ഇൻറ്റു 5 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ നോക്കിയാൽ 7 സ്ക്വയർ അല്ലെ 49 നിന്ന് 2 സ്ക്വയർ 4 കുറച്ച് എത്ര കിട്ടും? നമുക്ക് 45 കിട്ടും അല്ലെ. ഇവിടെ എത്രയാണ്? 9 ഇൻറ്റു 5 45 അല്ലെ. അപ്പൊ ഇതേ രൂപത്തിൽ ഏത് പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഡിഫറൻസിനെയും നമുക്ക് എന്താക്കി എഴുതാം? ഇതുപോലെ രണ്ട് സംഖ്യകളുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 58 എല്ലാവരും എടുക്കുക. അതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഡു ദി കമ്പ്യൂട്ടേഷൻ ബിലോ ഇൻ ഹെഡ്. അതായത് നമ്മോട് പറഞ്ഞിട്ടുള്ളത് മനക്കണക്കായിട്ട് ചെയ്യാനാണ് അല്ലെ. അപ്പൊ തൽക്കാലം നമ്മൾ മനക്കണക്കിനവിടെ മാറ്റി വെക്കാം. നമ്മൾ സാധാരണ പഠിച്ച പോലെ ഇത് നമ്മൾ എളുപ്പത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ, പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ തൽക്കാലം മനക്കണക്കായിട്ട് ചെയ്യേണ്ട, നാം എന്ത് ചെയ്യുക? നാം പഠിച്ച ഈ രൂപത്തിൽ പതുക്കെ ചെയ്ത് തന്നെ നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾ മനക്കണക്കായിട്ട് ചെയ്ത് നോക്കാം, ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ നോക്കിയാൽ 68 സ്ക്വയർ മൈനസ് 32 സ്ക്വയർ അല്ലെ. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരണം നാം പഠിച്ച ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. കണ്ട, ഇതിന്റെ സ്ക്വയർ മൈനസ് ഇതിന്റെ സ്ക്വയർ. അപ്പൊ പരീക്ഷയ്ക്കൊക്കെ വരുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരണം. ഒരു സ്ക്വയറിൽ നിന്ന് വേറൊരു സ്ക്വയർ കുറയ്ക്കുന്നു. അപ്പൊ ഉടനടി എഴുതാം എക്സ് ഇക്വേഷൻ ആദ്യം എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. എക്സും വൈയും കൂടി കൂട്ടാ ഇൻറ്റു പിന്നെ എക്സിൽ നിന്ന് വൈ കുറയ്ക്കുക. കണ്ടില്ലേ? അപ്പൊ ഇവിടെ കൂട്ടുന്നു, ഇവിടെ കുറയ്ക്കുന്നു. ഇതുള്ള വ്യത്യാസം. അപ്പൊ പഠിക്കാൻ വളരെ സിമ്പിൾ ആയ ഒരു ഇക്വേഷനാണ്, പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ്. അപ്പൊ നമുക്ക് ഇതിനെ ഇതേ രൂപത്തിൽ എങ്ങനെ എഴുതാൻ പറ്റും? 68 മൈനസ് 32 സ്ക്വയർ അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 68 സ്ക്വയർ മൈനസ് 32 സ്ക്വയർ അല്ലെ. ഇതിനെ നമുക്ക് ഈ രൂപത്തിൽ എഴുതുമ്പോൾ 68 പ്ലസ് 32 68 പ്ലസ് 32. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? ആദ്യം ഇക്വേഷൻ എഴുതിയിട്ട് വേണം എഴുതാൻ. ഇപ്പൊ ഞാൻ ഇക്വേഷൻ എഴുതുന്നില്ല, അത് വിചാരിച്ചാൽ നിങ്ങൾ എഴുതാതിരിക്കരുത്. ഇക്വേഷൻ നന്നായിട്ട് പഠിക്കണം. അതുപോലെ ഇതേപോലെ ചോദ്യം കിട്ടുമ്പോൾ അതിന് ഏത് ഇക്വേഷനാണോ ഉപയോഗിക്കുന്നത് ആ ഇക്വേഷൻ ആദ്യം എഴുതിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, അപ്പൊ 68 പ്ലസ് 32 ഇൻറ്റു പിന്നെന്താണ്? എക്സ് മൈനസ് വൈ. 68 പ്ലസ് 32 ഇനി മൈനസ് 32. കണ്ട, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യാം? 68 32 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 6 3 9 അല്ലെ. അപ്പൊ 90 10 100. അപ്പൊ 100 ഇൻറ്റു 68 നിന്ന് 32 മൈനസ് ചെയ്താൽ എത്ര കിട്ടും നമുക്ക്? 36 അല്ലെ. 36. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടി? 100 ഇൻറ്റു 36 അല്ലെ. 100 ഇൻറ്റു 36 എന്ന് പറഞ്ഞാൽ എന്താണ്? 36 ആദ്യം ഇട്ടിട്ട് 2 0 ആണ് അല്ലെ. അപ്പൊ 2 0 കൂടെ കൂട്ടിയിടാം. ഇത്ര ഉള്ളൂ. നമുക്ക് 3600 കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ ഏതാണെന്ന് നോക്കിയാൽ രണ്ടാമത്തെ സംഖ്യ. രണ്ടാമത്തെ ഏതൊക്കെയാണ്? 3.5 സ്ക്വയർ അല്ലെ. 3.5 ഹോൾ സ്ക്വയർ മൈനസ് 2.5 2.5 ഹോൾ സ്ക്വയർ. അപ്പൊ നമ്മൾ നോക്കിയാൽ ഫ്രാക്ഷൻ കാണുമ്പോൾ പലർക്കും പേടിയാണ്. ഫ്രാക്ഷൻ കാണുമ്പോൾ ഒരു പേടിയും വേണ്ട. നാം പഠിച്ച ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഇക്വേഷന്റെ സ്ഥാനത്ത് എക്സിനും വൈക്കും പകരം ഇതും കൂടി കൊടുക്കാം. മനസ്സിലായില്ലേ? പല കുട്ടികൾക്കും ഇപ്പോഴും ഫ്രാക്ഷൻ കാണുമ്പോൾ പെട്ടെന്നൊരു ഞെട്ടലും വിറയലൊക്കെ വരും. ഇതൊന്നും നോക്കണ്ട. നാം ഇവിടെ എങ്ങനെയാണ് ചെയ്തത് അതേ രൂപത്തിൽ തന്നെ ഇതും ചെയ്യാം. നമുക്ക് ഇക്വേഷൻ അറിയാലോ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ അല്ലേ. അതേ രൂപത്തിൽ നമുക്ക് ഇതിനെങ്ങനെ ചെയ്യാൻ പറ്റും? സീക്വൽ ടു നോക്കിയാൽ എക്സ് സ്ക്വയർ. കണ്ട, ഒരെണ്ണത്തിന്റെ സ്ക്വയറിൽ നിന്ന് വേറെണ്ണത്തിന്റെ സ്ക്വയർ കുറയ്ക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് പ്ലസ് വൈ അല്ലെ. എക്സ് പ്ലസ് വൈ. അപ്പൊ ഇതാണ് എക്സ്, ഇതാണ് വൈ അല്ലെ. അപ്പൊ എക്സും വൈയും കൂടി കൂട്ടണം ആദ്യം. അപ്പൊ നമുക്ക് ആദ്യം കൂട്ടാം. 3.5 പ്ലസ് വൈ 2.5. അങ്ങനെ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ 2.5 കണ്ട, എക്സും വൈയും കൂടി കൂട്ടി ഇൻറ്റു ഇനി എന്ത് വേണം? എക്സ് മൈനസ് വൈ അല്ലെ. അപ്പൊ എക്സിൽ നിന്ന് വൈ കുറക്കണം. അപ്പൊ 3.5 മൈനസ് വൈ 2.5. ഓക്കെ, ഇനി എന്ത് വരും നോക്കിയേ? 3.5യും 2.5യും കൂടി കൂട്ടണം അല്ലെ. 3.5 2.5 കൂടി കൂട്ടിയാൽ എത്രയാണ്? നമുക്കതിനെ കൂട്ടിയാൽ കിട്ടും അല്ലെ. 3 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5. പിന്നെ ഇവിടെ ഒരു അരയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 1 അല്ലെ. അപ്പൊ 3.5 5 2.5 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 6 ഇൻറ്റു ഇനി 3.5യിൽ നിന്ന് 2.5 മൈനസ് ചെയ്യുന്നു. 3.5യിൽ നിന്ന് 2.5 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 1 അല്ലെ. അതെല്ലാവർക്കും അറിയാം 1. അപ്പൊ എത്ര നമുക്ക് കിട്ടി നോക്കിയേ? 6 ഇൻറ്റു 1 6 ഇൻറ്റു 1 6. ഇതൊക്കെയാണല്ലോ. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ മൂന്നാമത്തത് നോക്കിയേ. മൂന്നാമത്തെ എന്താണ് സംഭവം? മൂന്നാമത്തത് 3.6 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ. അപ്പൊ ഇവിടെ നമുക്ക് ഫ്രാക്ഷൻ തന്നപ്പോ ഇവിടെ എന്താണ്? ഒരു ഡെസിമൽ നമ്പർ എന്നല്ലേ, അതായത് ദശാംശ സംഖ്യ. അപ്പൊ ഇതും പലർക്കും ഇപ്പോഴും പേടിയാണ്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ ഒരു പേടിയും പഠിക്കണ്ട, ധൈര്യത്തോടു കൂടി അങ്ങനെ ചെയ്യാം. ഇവിടെ നോക്കിയേ, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതേ രൂപത്തിൽ ചെയ്യാം അല്ലെ. എക്സും വൈ ആദ്യം എക്സും വൈയും കൂടി കൂട്ടുക, അത് പിന്നെ ഇൻറ്റു എക്സിൽ നിന്ന് വൈ കുറയ്ക്കുക.
ഇവിടെ ഇത് എക്സ് ഇത് വൈ അല്ലെ, രണ്ടും കൂടി കൂട്ടുന്ന ആദ്യം. അപ്പൊ എന്ത് വരും? 3.6 പ്ലസ് 1.4 അല്ലെ, രണ്ടും കൂടി കൂട്ടി ഇൻറ്റു ഇനി എന്ത് വേണം? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. 3.6 മൈനസ് 1.4. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 3.6 1.4 കൂടി കൂട്ടണം. അപ്പൊ സംശയമുള്ളവർ കൂട്ടി നോക്കാം, അല്ലെങ്കിൽ നോക്കിയാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. 3 1 4 അല്ലെ, പിന്നെ 0.6 0.4 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 1 അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 4 1 5. അപ്പൊ സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ, 6 പ്ലസ് 1.4 6 4 10 അല്ലെ, 0 1 3 1 4 1 5. ഈ പോയിന്റ് ഇവിടെ കിട്ടും. അപ്പൊ എത്ര കിട്ടി? 5 കിട്ടി അല്ലെ. അപ്പൊ ഇത് കൂടി കൂട്ടുമ്പോൾ 5 ഇൻറ്റു 3.6 നിന്ന് 1.4 മൈനസ് ചെയ്യണം അല്ലെ. 3.6 നിന്ന് 1.4 മൈനസ് ചെയ്യണം 2 അല്ലെ, 0.2. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2.2. ഓക്കെ. ഇനി എന്ത് ചെയ്യാം നമുക്ക്? ഇനി നമുക്ക് 5 ഇൻറ്റു 2.2 അല്ലെ. അപ്പൊ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ് വരുമ്പോൾ തൽക്കാലം നമ്മൾ പോയിന്റിനെ ഒഴിവാക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? 5 കൊണ്ട് 22നെ 5 കൊണ്ട് ഗുണിക്കാം. അപ്പൊ 22നെ 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 110 കിട്ടും അല്ലെ. ഒന്ന് ഗുണിച്ച് നോക്കാം, നമുക്ക് 110 കിട്ടും. 110 കിട്ടുക. ഇവിടെ ഇനി എന്ത് വേണം? ഇവിടെ ഒരു സ്ഥാനം നീങ്ങിയായിട്ട് പോയിന്റ് എടുക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വേണം? നമ്മുടെ ആൻസറിലും ഒരു സ്ഥാനം നീക്കി നമ്മൾ പോയിന്റ് ഇടണം അല്ലെ. അപ്പൊ ഈ ഇപ്പുറത്ത് നമ്മൾ പോയിന്റ് ഇട്ടു. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 11. കണ്ട? അപ്പൊ ഈ 0 ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് 11 ആൻസർ കിട്ടി. അത് മനസ്സിലായില്ലേ? അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് ഏത് വന്നു കഴിഞ്ഞാലും ഇതേ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം അല്ലെ. ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്കൊരു പാറ്റേൺ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കിയിട്ട് റൈറ്റ് ദി നെക്സ്റ്റ് 2 കമ്പ്യൂട്ടേഷൻ ഫോളോയിങ് ദിസ്. അതായത് ഇത് നോക്കിയിട്ട് നമ്മൾ അടുത്ത ഒരു 2 വരിയും കൂടി എഴുതണം അല്ലെ. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കിയാൽ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. 3 സ്ക്വയറിൽ നിന്ന് 2 സ്ക്വയർ കുറച്ചാൽ നമുക്ക് 5 കിട്ടും. അതല്ലെങ്കിൽ 3 5 2 കൂടി കൂട്ടിയാലും 5 കിട്ടും. ഇനി 4 സ്ക്വയറിൽ നിന്ന് 3 സ്ക്വയർ മൈനസ് ചെയ്തപ്പോൾ 7 കിട്ടി. 4 3 7. 5 സ്ക്വയറിൽ നിന്ന് 4 സ്ക്വയർ മൈനസ് ചെയ്തപ്പോൾ 9 കിട്ടി. 5 4 9 അല്ലെ. അപ്പൊ ഈ പാറ്റേൺ വെച്ച് നമ്മൾ 2 കൂടി എഴുതാം. അപ്പൊ അത് എഴുതാൻ നമുക്ക് എളുപ്പമാണ് അല്ലെ. ഇവിടെ നോക്കിയാൽ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ, 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ, 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ അല്ലെ. അപ്പൊ ഇത് 3 4 5 ആ ഓർഡറിലാണ് വരുന്നത് അല്ലെ. അപ്പൊ അടുത്ത എന്തായിരിക്കും? 6 സ്ക്വയർ അല്ലെ. അപ്പൊ 6 സ്ക്വയർ, 5 സ്ക്വയറിൽ നിന്ന് 4 സ്ക്വയർ മൈനസ് ചെയ്യുന്നു, 4 സ്ക്വയറിൽ നിന്ന് 3 സ്ക്വയർ മൈനസ് ചെയ്യുന്നു, 3 സ്ക്വയറിൽ നിന്ന് 2 സ്ക്വയർ മൈനസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 6 സ്ക്വയറിൽ തൊട്ട് മുമ്പിലുള്ള ഏതാണ്? 5 സ്ക്വയർ അല്ലെ. അപ്പൊ 5 സ്ക്വയർ. അപ്പൊ 6 സ്ക്വയറിൽ നിന്ന് 5 സ്ക്വയർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? ഇവിടെ നോക്കിയാൽ 5 7 9 അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിയാൽ ഇത് ഓഡ് നമ്പർ വരുന്നു. അപ്പൊ നമുക്ക് 5 7 9 കഴിഞ്ഞാൽ 11 ആയിരിക്കും. ഈക്വൽ ടു ഇനി ഇവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു നോക്കിയാൽ 3 2 5 4 3 7 5 4 9 അല്ലെ. അതായത് കൂട്ടുന്ന, അതായത് ഇവിടെ നോക്കിയാൽ ഈ സംഖ്യകൾ 3 2 5 അല്ലെ. 3 2 എഴുതിയിരിക്കുന്നു, 4 3 ഇവിടെ എഴുതിയിട്ടുള്ളത്, 5 4 ഇവിടെ എഴുതി, 6 5. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 6 + 5 എന്ന് എഴുതാം. ഓക്കെ. ഇനി അടുത്ത് എന്ത് എഴുതാം? നമുക്ക് 6 കഴിഞ്ഞാൽ 7 എഴുതാം അല്ലെ. അപ്പൊ 7 സ്ക്വയർ മൈനസ്, അപ്പൊ 6 സ്ക്വയർ, 7 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ ഈക്വൽ ടു 11 കഴിഞ്ഞാൽ അപ്പോ 13 എഴുതാം. ഈക്വൽ ടു 7 + 6. അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലെ. അപ്പൊ നമ്മൾ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തു, 2 കൂടി എഴുതി. ഓക്കെ. ഇനി അതിൽ നമ്മളൊക്കെ നോക്കിയാൽ രണ്ടാമതൊരു ചോദ്യം കൊടുത്തിട്ട് എന്താണ് ചോദിച്ചിട്ടുള്ളത്? റൈറ്റ് ദി ജനറൽ പ്രിൻസിപ്പിൾ ഇൻ ദീസ് ആസ് ആൻ ആൾജിബ്രിക് ഇക്വേഷൻ. അതായത് ഇതിലെ ജനറൽ പ്രിൻസിപ്പിൾ, അതായത് പൊതുതത്വം ഒരു ആൾജിബ്രിക് ഇക്വേഷൻ, അതായത് ബീജഗണിത രൂപമായിട്ട് നമ്മൾ എഴുതണം. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ബീജഗണിത രൂപം അല്ലെ, അതായത് എക്സും വൈയും വെച്ചിട്ട് ഒന്ന് എഴുതി കൊടുക്കണം. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റാം? നമുക്കറിയാം 2 സംഖ്യകളുടെ നോക്കിയാൽ 2 സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം അല്ലെ. ഇപ്പൊ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, അതിനെ നമുക്ക് എങ്ങനെ ആക്കി എഴുതാൻ പറ്റും? 2 സംഖ്യകളുടെ ഗുണനഫലമായിട്ട് അല്ലെ, പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. അതനുസരിച്ചാണ് നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യങ്ങൾ, ഒന്നാമത്തെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു നിർത്തിയത് അല്ലെ. അത് നമുക്കറിയാം. അപ്പൊ അതേ രൂപത്തിൽ തന്നെയാണ് ഇവിടെ നോക്കിയാൽ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അല്ലെ. 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ, അപ്പൊ 4ന്റെ സ്ക്വയറിൽ നിന്ന് 3ന്റെ സ്ക്വയർ മൈനസ് ചെയ്യുന്നു. അപ്പൊ ഇതേ രൂപത്തിലാണ് കിടക്കുന്നത് അല്ലെ. ഓക്കെ. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇവിടെ എക്സും വൈയും, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അല്ലെ. അപ്പൊ എക്സിന് നമുക്ക് 5 എടുക്കാം, വൈക്ക് നമുക്ക് 2 എടുക്കാം. അല്ലെങ്കിൽ എക്സിന് നമുക്ക് 15 എടുക്കാം, വൈക്ക് നമുക്ക് 3 എടുക്കാം അല്ലെ. അപ്പൊ എക്സും വൈയും എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സംഖ്യ വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ ഏത് സംഖ്യയല്ല വന്നിട്ടുള്ളത്, അത് ശ്രദ്ധിക്കാം. ഇവിടെ നമ്മ എക്സ് ഒരു സംഖ്യയാണെങ്കിൽ
y എന്ന് പറയുന്നത് അതിന്റെ തൊട്ട് ബാക്കിലുള്ള സംഖ്യ. അതായത് 3 ആണെങ്കിൽ 2, 4 ആണെങ്കിൽ 3, കണ്ടില്ലേ, 5 ആണെങ്കിൽ 4, അല്ലാതെ 5 ആണെങ്കിൽ 1 അല്ല, അല്ലെ. അതായത് ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്. എക്സും വൈ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. എക്സിന്റെ തൊട്ട് ബാക്കിലുള്ള സംഖ്യ 5 ആണെങ്കിൽ 4 കുറക്കുന്നു, 6 സ്ക്വയറിൽ നിന്ന് 5 സ്ക്വയർ കുറക്കുന്നു, 7 സ്ക്വയറിൽ നിന്ന് 6 സ്ക്വയർ കുറക്കുന്നു, അല്ലെ. അപ്പൊ നമുക്ക് ഇവർ തമ്മിലുള്ള ബന്ധം അതേ രൂപത്തിൽ തന്നെ എഴുതണം. അതായത് ഇവിടെ നോക്കിയേ, 3 സ്ക്വയർ നോക്കിയേ, 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ, അല്ലെ, ഈക്വൽ ടു 5, അല്ലെ. ഇതാണ് നമ്മൾ ആദ്യത്തത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സംഖ്യക്ക് എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നോക്കിയാ ഇത് എക്സ് ആണെങ്കിൽ, ഇപ്പൊ രണ്ടിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു വിചാരിക്കാം. ഇത് എക്സ് എന്ന് കൊടുത്താണെങ്കിൽ ഈ സംഖ്യ എത്രയായിരിക്കും? 3 ആണ്, അല്ലെ. അതായത് ഇതിന്റെ കൂടെ 1 കൂട്ടുന്നു, 2ന്റെ കൂടെ 1 കൂട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? എക്സ് പ്ലസ് 1 ആയിരിക്കും, അല്ലെ. ഇനി നോക്കിയേ, 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ, 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. ഓക്കെ, അപ്പൊ നമ്മൾ 3ന് എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ 4ന് എന്ത് കൊടുക്കണം? എക്സ് പ്ലസ് 1 കൊടുക്കണം, അല്ലെ. ഇതിൽ നിന്ന് ഇതിന്റെ കൂടെ 1 കൂട്ടുന്നു ഇവിടെ. അതായത് ഇവിടെ നോക്കിയാൽ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് പ്ലസ് 1 സ്ക്വയർ, കണ്ട, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് ഇതിനെ മൊത്തത്തിൽ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇതേ രൂപത്തിൽ എഴുതാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഇതിന് എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ സംഖ്യ എന്തായിരിക്കും? ഇപ്പൊ 2 ആണെങ്കിൽ ഇത് 3 ആണ്, അല്ലെ, 1 കൂട്ടുന്നു. ഇത് 3 ആണെങ്കിൽ ഇത് 4 ആണ്, ഇതിന്റെ കൂടെ 1 കൂട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന് നമ്മൾ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? എക്സിന്റെ കൂടെ 1 കൂട്ടുന്നു, അല്ലെ. അപ്പൊ നമുക്ക് ഇതിന് പകരമായിട്ട് ഈ 3ന് പകരം അല്ലെങ്കിൽ 4ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് പ്ലസ് 1 എന്ന് കൊടുക്കാം. ഈ സംഖ്യക്ക് എന്ത് കൊടുക്കാം? നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ, അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് രണ്ടാമത്തെ സംഖ്യക്ക് നമ്മൾ എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ, എക്സ് എന്ന് കൊടുക്കും, അത് വൈക്ക് നമ്മൾ എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ എക്സിന് നാം എന്ത് കൊടുക്കും? എക്സ് പ്ലസ് 1 എന്ന് കൊടുക്കണം, അല്ലെ. അപ്പൊ എക്സ് പ്ലസ് 1 എന്ന് കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ സ്ക്വയറിൽ നിന്ന് മൈനസ് ഇതിന്റെ സ്ക്വയർ മൈനസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ആദ്യത്തത് എക്സ് പ്ലസ് വൈ, അല്ലെ. എക്സും വൈയും കൂടി കൂട്ടുന്നു. ഇവിടെ എക്സ് ഏതാണ്? ഇത് മൊത്തമാണ് എക്സ്. തെറ്റരുത്, ഈ എക്സിന് പകരമാണ് നാം ഇത് എഴുതിയിട്ടുള്ളത്. ഈ വൈക്ക് പകരമാണ് നാം ഈ എക്സ്, അല്ലെ. അപ്പൊ ഇവിടെ എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ ഈ എക്സ് പ്ലസ് വൈ, എക്സും വൈയും കൂടി കൂട്ടുന്നു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? നമുക്ക് ഇതാണ് എക്സ്, ഇതും കൂടി കൂട്ടണം, അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് പ്ലസ് 1, അല്ലെ, എക്സ് പ്ലസ് 1ഉം പിന്നെ ഈ വൈ എന്ന് പറഞ്ഞ ഇവിടെ എക്സ്, അതും കൂടി കൂട്ടുന്നു. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് ഒരു വലിയ ബ്രാക്കറ്റ് കൂടി ഇട്ട് കൊടുക്കാം തെറ്റാതിരിക്കാൻ. ഇൻറ്റു, കണ്ട, ഈ ഇൻറ്റു. ഇനി എന്ത് വേണം? എക്സ് മൈനസ് വൈ, അല്ലെ. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാല് ഇത്, അല്ലെ. ഇപ്പൊ എക്സ് പ്ലസ് 1, അല്ലെ, അതെഴുതി മൈനസ് വൈ മൈനസ്, അല്ലെ, മൈനസ് ഇട്ടു. ഇനി എന്താണ്? വൈ എന്ന് പറഞ്ഞ ഇവിടെ ഏതാണ്? എക്സ്. മനസ്സിലായല്ലോ? അപ്പൊ എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 മൈനസ് എക്സ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കിയേ, ഇവിടെ നമുക്ക് എക്സ് പ്ലസ് 1 പ്ലസ് എക്സ്, അല്ലെ, അത് നമുക്ക് അതേ രൂപത്തിൽ തന്നെ എഴുതാം. എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് അങ്ങനെ തന്നെ എഴുതി. ഇൻറ്റു, അല്ലെ, ഇൻറ്റു. ഇനി എന്ത് വരും? എക്സ് പ്ലസ് 1 മൈനസ് എക്സ്. അതായത് എക്സും 1ഉം കൂടി കൂട്ടണം, അതിൽ നിന്ന് എക്സ് കുറയ്ക്കണം. അപ്പൊ എന്ത് ചെയ്യാം? ഒരു പോസിറ്റീവ് എക്സും ഒരു നെഗറ്റീവ് എക്സും, അല്ലെ. അത് ആദ്യം പറയാം എക്സ് കൂട്ടണം എന്ന് പറയാം, പിന്നെ പറയാം എക്സ് കുറയ്ക്കണം എന്ന് പറയാം. അപ്പൊ എന്തായിപ്പോയി? ഈ 2 എക്സും ക്യാൻസൽ ആയിപ്പോയി, അല്ലെ. ഒരു പോസിറ്റീവ് എക്സ് ഒരു നെഗറ്റീവ് എക്സ്, എക്സ് കൂട്ടണം പിന്നെ അപ്പൊ തന്നെ പറയാം എക്സ് കുറയ്ക്കണം. അപ്പൊ രണ്ടും വേണ്ട, അല്ലെ, ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്ത് വന്നു? ഇൻറ്റു 1. ഇനി ഇവിടെ നോക്കിയേ, എക്സ് പ്ലസ് 1, അല്ലെ. അപ്പൊ എക്സ് പ്ലസ് 1 അതേ രീതിയിൽ തന്നെ കിടന്നോട്ടെ. എക്സ് പ്ലസ് 1 ചിഹ്നം എന്താണ്? പ്ലസ്, അല്ലെ. എക്സ് ഇൻറ്റു 1 എന്താണ്? എക്സ്, അല്ലെ. എക്സ് ഇൻറ്റു 1 എക്സ്. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയറിൽ നിന്ന് എക്സ് സ്ക്വയർ കുറച്ചപ്പോൾ എന്ത് കിട്ടി? എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് എന്ന് കിട്ടി. അതായത് ഇവിടെ നോക്കിയേ, ഇതിന്റെ സ്ക്വയറിൽ നിന്ന് നാം ഇതിന്റെ സ്ക്വയർ, അതായത് ഒരു സംഖ്യയുടെ സ്ക്വയറിൽ നിന്ന് അതിന്റെ തൊട്ട് മുമ്പത്തെ സംഖ്യയുടെ സ്ക്വയർ നമ്മൾ കുറച്ചപ്പോൾ നമുക്ക് ഉത്തരം എന്താ കിട്ടി? ഈ സംഖ്യ, അല്ലെ, ആദ്യത്തെ സംഖ്യ പ്ലസ് രണ്ടാമത്തെ സംഖ്യ, അല്ലെ. അത് തന്നെയല്ലേ ഇവിടെ നടന്നതും? ഒരു സംഖ്യയുടെ സ്ക്വയറിൽ നിന്ന് തൊട്ട് മുമ്പത്തെ, അല്ലെ,
സംഖ്യ നമ്മൾ കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആദ്യത്തെ സംഖ്യ 3 പ്ലസ് രണ്ടാമത്തെ സംഖ്യ. അപ്പൊ ഇവിടെ നമ്മൾ എവിടെ എടുത്തു നോക്കിയാലും ഒരു സംഖ്യയിൽ നിന്ന് അതിന്റെ സ്ക്വയറിൽ നിന്ന് തൊട്ട് മുമ്പിലുള്ള, അതായത് തൊട്ട് 4 കുറച്ചപ്പോൾ 5 സ്ക്വയറിൽ നിന്ന് 4 കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5 പ്ലസ് 4. കണ്ട, ഇത് തമ്മിൽ കൂട്ടുന്നു. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് ഇതിന്റെ ആൾജിബ്ര. അപ്പൊ അത് ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി അതിന് മൂന്നാമത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? മൂന്നാമത് പറഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, റൈറ്റ് ദിസ് ജനറൽ പ്രിൻസിപ്പിൾ ഇൻ ഓർഡിനറി ലാംഗ്വേജ്, അല്ലെ? അതായത് നാം ഈ പറഞ്ഞ കാര്യം നമ്മൾ സാധാരണ ഭാഷയിൽ ഒന്ന് എഴുതാം, അത്രയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇക്കാര്യം നമുക്ക് എന്ത് പറയാൻ പറ്റും? നോക്കിയേ, ഇത് തുടർച്ചയായ 2 സംഖ്യകളാണ്, അല്ലെ? 3 2, 4 3, 5 6, 6 5, അല്ലെ? 7 6. അപ്പൊ നമുക്ക് എന്ത് പറയാം? തുടർച്ചയായ 2 സംഖ്യകളുടെ വർഗങ്ങൾ, അല്ലെ? തുടർച്ചയായ 2 സംഖ്യകൾ, അവയുടെ വർഗങ്ങൾ, അവയുടെ വ്യത്യാസം എന്തിന് തുല്യമായിരിക്കും? അവയുടെ തുകയ്ക്ക്, അല്ലെ? സമ്മിന് തുല്യമായിരിക്കും. ഇതാണ് നമുക്ക് എഴുതാനുള്ളത്. അതായത് തുടർച്ചയായ 2 സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം അവയുടെ തുകയ്ക്ക് ഈക്വൽ ആയിരിക്കും. അതായത് നമ്മൾക്ക് ഇപ്പൊ നോക്കിയാൽ 20 സ്ക്വയർ മൈനസ് 19 സ്ക്വയർ, കണ്ട, തുടർച്ചയായ 2 സംഖ്യകൾ, അവയുടെ സ്ക്വയറിന്റെ വ്യത്യാസം എന്ന് എഴുതാൻ പറ്റും? നമുക്ക് 20 പ്ലസ് 19 ഇങ്ങനെ എഴുതാം. അവയുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് ആ രീതിയിൽ എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? അപ്പൊ ആ രീതിയിൽ എഴുതാം. ദി ഡിഫറൻസ് ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, അല്ലെ? 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് പ്രത്യേകം എഴുതണം. അതായത് തുടർച്ചയായ 2 സംഖ്യകളുടെ സ്ക്വയറുകളുടെ വ്യത്യാസം ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദാറ്റ് നമ്പേഴ്സ്. അവയുടെ സമ്മിന്, അതായത് തുകയ്ക്ക് തുല്യമായിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് ഇതിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.